ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ? പിന്നെ ഞാൻ നജില ഷാൻ്റെ വീഡിയോ കണ്ടു കേട്ടോ. അപ്പോൾ ഇതിനെ റിയാക്റ്റ് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഷാൻ്റെ നജിലൻ്റെ മോള് മസ്റൂറ ഫാത്തിമൻ്റെ ഉപ്പ വന്നു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത്, ഏതായാലും നമുക്കതൊന്ന് പോയിട്ട് കാണാം. അപ്രതീക്ഷിതമായി ഉണ്ടായ സംഭവങ്ങൾ എനിക്കിപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. 2012 ആദ്യ വിവാഹം കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ 2012 2013 ഞാനൊരു മകനെ ജന്മം നൽകി. റയ്യാൻ, മുഹമ്മദ് റയ്യാൻ. അവിടെ പുന്നോട് മുസ്ലിം ജമാഅത്തിലാണ് അടക്കിയിരിക്കുന്നത്. സാധാരണ എല്ലാ സ്ത്രീകളും നമുക്കൊരു സംരക്ഷണം കിട്ടിയില്ലെങ്കിൽ വേറെ വിവാഹം ചെയ്യും. 1, 2, 3, 4 എത്ര വിവാഹം ചെയ്താലും അതൊന്നും നമ്മുടെ, അതായത് ഒരു ഭർത്താവിന്റെ കീഴിൽ ഇരിക്കവേ ചാടിപ്പോയി ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ആദ്യം റഹീം എന്ന് പറയുന്ന ക്രിമിനലിനെ ഞാൻ പലതവണയും വാർണിംഗ് ചെയ്തതാണ്. പലതവണയും ഞാൻ പറഞ്ഞതാണ്, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ റഹീം എന്ന് പറയുന്ന വ്യക്തി എന്നെ വിവാഹബന്ധം 2015 മോള് ജനിച്ച് അവരെ വീട്ടിൽ നിൽക്കവേ എന്നെ വിവാഹബന്ധം തൊലാക്ക് ചൊല്ലി വിവാഹബന്ധം വേർപെടുത്തി. ചടയമംഗലക്കാർ കുറച്ച് ബുദ്ധിയുള്ളവരാണ്, പക്ഷെ പുന്നോടുകാർ അത്ര ബുദ്ധി ഇല്ലാത്തവരാണ് എന്ന് വിചാരിക്കണ്ട. പ്രത്യേകിച്ച് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് എൻ്റെ ഇക്കാക്ക് യാതൊരു റോളും ഇല്ല. നമ്മളിപ്പം കടുവേൽ പള്ളിയുടെ ഫ്രണ്ടിലാണ് കിടക്കുന്നത്. എന്തായാലും എനിക്കൊരു കള്ളം പറയേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനിപ്പം 2012 വിവാഹം ചെയ്ത് എനിക്ക് അതിൽ 2 കുഞ്ഞുങ്ങളെ ജന്മം നൽകി. ഒരാൾക്ക് ഹാർട്ടിന് കംപ്ലൈൻറ്റും. മസ്റൂറ മോള് ജനിച്ചതിന് ശേഷമാണ് അറിയുന്നത് അവൾക്ക് ഒരു ഹോൾ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ അത് 6 മാസം കഴിഞ്ഞപ്പോൾ അടഞ്ഞു. ഒരുപാട് ജനിതകത്തിൽ കുഞ്ഞു കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ നികത്തി കൊണ്ടുവന്ന് ചൈതന്യയിൽ, ഏറ്റവും കൂടിയ ഹോസ്പിറ്റലിൽ ചൈതന്യയിൽ. അപ്പോഴും ഞാൻ ഈ മോളെ കാണിക്കുമ്പോഴും ഞാൻ റഹീമിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. നീ ചെലവിന് വല്ലതും താ കുട്ടിക്ക്, എന്നിലുമായിട്ടുള്ള ഒരു ബന്ധമല്ലേ തീർന്നോളൂ. അപ്പോഴവൻ അതിനൊന്നും ബാധ്യസ്ഥനല്ല. അന്ന് ഇവൻ തൊലാക്ക് ചൊല്ലിയത് വാട്സപ്പ് വഴിയാണ് തൊലാക്ക് ചെല്ലുന്നത്. രാവിലെ എടുത്ത് കേട്ടപ്പോഴാണ് ഇതറിയുന്നത്. അപ്പോഴത്തന്നെ ഞാൻ വാപ്പായെ വിളിച്ചു. തൊലാക്കായിപ്പോയി. ജമാഅത്തിൽ ഇത് കേൾപ്പിച്ചപ്പം ഈ വോയിസ് എല്ലാവർക്കും അയച്ചു കൊടുത്ത്. അപ്പോഴിത് തൊലാക്കായിപ്പോയി. കാരണം ഒരു വോയിസ് ക്ലിപ്പിൽ തന്നെ 3 തൊലാക്ക് ആണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ അങ്ങനെ ഈ പള്ളിയിൽ പറഞ്ഞ് വിവാഹബന്ധം വേർപെടുത്തണമെന്ന് പറഞ്ഞപ്പം എനിക്ക് എൻ്റെ ഭാര്യയും കുട്ടിയും വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. കാരണം വിവാഹബന്ധം വേർപെട്ട ഒരാളിനെ, തൊലാക്ക് ചെല്ലിയ ഒരാളിനെ തിരിച്ച് മടക്കിയെടുക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ കുറേ നിയമമുണ്ട്. അന്ന് പറഞ്ഞ് എനിക്കെങ്കിൽ എഗ്രിമെൻ്റ് ചെയ്തു തരണം. റഹീം പറഞ്ഞിട്ട്, റഹീമിൻ്റെ അളിയൻ ഗൾഫിലാണ്. റഹീം അപ്പഴ് റഹീമിൻ്റെ അളിയൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കല്യാണം നടത്തിയത്. അവരൊന്നും മരിച്ചു പോയിട്ടില്ല. ബദർ എന്നാണ് പേര്. അപ്പം ഇതെല്ലാവരും ഇടപെട്ടേ പറ്റുള്ളൂ ഇതിൽ. കാരണം എന്താണ് ഇവന്റെ ക്രിമിനലിസം, എന്താണ് ഇവന്റെ കുഴപ്പമെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. അതിൽ 2 പത്രത്തിൽ 100 വീതം 2 പത്രം 200 രൂപ പത്രം സഹോദരൻ പോയി മേടിച്ചോണ്ട് വന്നു. മക്കളെ മിണ്ടായിരുന്നാണ്. നമ്മള് ചടയമംഗലം പള്ളി കമ്മിറ്റിയുടെ ഓഫീസിൽ ഞാനുണ്ട്, മോള് കൈക്കുഞ്ഞാണ്, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, മൂത്ത സഹോദരനുണ്ട്, പിന്നെ ഇവിടെ നിന്ന് പോയ 2 ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെ സാക്ഷി വേണമല്ലോ ഇതിനെല്ലാത്തിനും. അപ്പൊ എഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ടുണ്ട്. വ്യവസ്ഥകൾ മാത്രം 2 പേപ്പറാണ്. ഇതിനകത്ത് ഞാൻ ഒരെണ്ണം എടുത്ത് കാണിക്കുന്നുള്ളൂ. വ്യവസ്ഥകളിൽ ഒരു വ്യവസ്ഥയാണ്, വിവാഹ സമയത്തോ വിവാഹ ശേഷമോ മേപ്പടി റഹീം 1-ാം കക്ഷിയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ധനം, വസ്തു, സ്വർണം, ഗിഫ്റ്റ്, അച്ചാരം എന്നീ ഇനങ്ങളിൽ കൈപ്പറ്റിയിട്ടില്ല എന്നാണ്. 2 ലക്ഷം രൂപ അച്ചാരം കൊടുത്ത്. കാരണം നമുക്ക് ആവശ്യം എന്താണ്, ഇവൻ എന്നാലേ നമുക്ക് തൊലാക്ക് നിയമപരമായിട്ട് തരുള്ളൂ, എന്നാലേ നമുക്ക് പിന്നും ജീവിക്കണ്ടേ. അപ്പൊ എനിക്ക് 21.5 വയസ്സോ അത്രയും കണ്ടേ ഉള്ളൂ. 2ാമത്തേലാണ് വിവാഹമോചനാനന്തരം ഇദ്ദ പീരീഡിൽ ലഭിക്കേണ്ട തുകയും മറ്റേ എല്ലാ തുകയുണ്ടല്ലോ, നഷ്ടപരിഹാരം ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലാത്ത പക്ഷം എനിക്ക് നടപടികൾ സ്വീകരിക്കാൻ പാടില്ല. അതായത് ഞാൻ ഇനി അവനിക്ക് നഷ്ടപരിഹാരത്തിന് വേണ്ടി കേസ് കൊടുക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു 2 വ്യവസ്ഥ. 3ാമത്തെ വ്യവസ്ഥയാണ് നിങ്ങൾക്ക് കേൾക്കേണ്ടിയുള്ളത്. മക്കളെ അലക്കല്ലേ. കരാർ ഒപ്പിട്ട് 15 ദിവസത്തിനകം മേപ്പടി റഹീം 1-ാം കക്ഷിയും ബന്ധപ്പെട്ട, അതായത് ഇരു ജമാഅത്തുകൾക്കും രജിസ്റ്റേർഡ് തൊലാക്ക് അയക്കേണ്ടുന്നതാണ്.
അതായത് ഈ 15 ദിവസത്തിനകത്ത് ഞാനിത് ഒപ്പിട്ടിട്ട് 15 ദിവസത്തിനകത്ത് അവിടെ നിന്ന് രജിസ്റ്റേർഡ്. അവൻ ബുറൈദയിലാണ് നിന്നത്. മറ്റേ എന്തോ ഒരു നാദിക്ക എന്തോ ഒരു കമ്പനിയിലെങ്ങാണ്ട് ഏണെന്ന്. അത് മാത്രമല്ല, പിന്നെ 4ാമത്തെ ഒരു വ്യവസ്ഥ ഉണ്ട്. ഇരു കൂട്ടരും വിവാഹമോചനത്തിന് ശേഷം അവരുടെ ഭാവി വ്യവസ്ഥകൾക്ക് വിപരീതമായി 1ാം കക്ഷിയിൽ നിന്നും റഹീമായും സിവിലായോ ക്രിമിനലായോ എന്തെങ്കിലും ഇടപാടുകൾ, അതായത് നമ്മുടെ ഭാവി ജീവിതത്തിൽ എന്തെങ്കിലും ഏർപ്പെട്ടാൽ എനിക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോവാം എന്നാണ് ഒരു വ്യവസ്ഥ. സത്യം പറഞ്ഞാൽ ഈ വ്യവസ്ഥ വായിച്ചത് ഞാൻ ഒരു തവണ വായിച്ചിട്ടുണ്ട്. ഈ ഒരു വ്യവസ്ഥയിൽ ആദ്യം 2ാമത് സനോഫറിനെ, ഇവൻ ഗൾഫിൽ നിന്ന് തന്നെ സനോഫറിനെ ഫേസ്ബുക്ക് വഴി കോണ്ടാക്ട് ചെയ്ത് പീഡിപ്പിക്കുമെന്ന് പറഞ്ഞ് ഞാൻ തൊലാക്ക് ചെല്ലാൻ പറഞ്ഞു. 3ാമത് ഇതേപോലെ തന്നെ ഷംസുദ്ദീനെയും ഫോണിൽ വിളിച്ചു. അത് ഞാനും ഷംസും തമ്മിൽ വാടക വീട്ടിൽ നിന്ന സമയത്ത് ഭയങ്കര അടിയും പ്രശ്നങ്ങളുമായി. ഈ റഹീം കോണ്ടാക്ട് ചെയ്തു എന്നെ. അർദ്ധരാത്രിയാണ് ഇവന്റെ കോള്. ഈ അർദ്ധരാത്രി വിളിച്ചപ്പോൾ ഷംസാണ് ഫോൺ എടുത്തത്. അപ്പൊ ഒരു സ്വാഭാവികമായിട്ടും എന്റെ നമ്പർ അന്ന് മുതൽ ഇന്ന് വരെയും മാറിയിട്ടില്ല. വിളിച്ചിട്ട് അവന് പറഞ്ഞു, നിന്നെ വിളിച്ചിട്ട് ഒരുപാട് വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയില്ല, ഇങ്ങനെയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ആദ്യത്തെ സനോഫറിന്റെ അടുത്തും അതാണ് പറഞ്ഞത്, എന്റെ ഭാര്യനെയും കുട്ടിയെയും കൊണ്ടുപോകും. അപ്പോൾ ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. അവനൊരു പേടിയായി, മോളെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് ചെന്നാല് മുത്തുമോന് മാത്രമേ വാപ്പ ആവുള്ളൂ. അപ്പോഴ് ഈ മോള് ഉമ്മാരെ കീഴിലായി പോവും. എന്നിട്ട് എന്റെ വീട്ടുകാരെന്ന് പറഞ്ഞു, മോള ഞാൻ വേണമെങ്കിൽ നെജില നോക്കിക്കോളാം. അപ്പോഴും എന്റെ ഉമ്മേരെ ഉപ്പേരയിലും സാമ്പത്തികം ഇല്ല, വസ്തുക്കൾ മൊത്തം ലോണാണ്. ഇത് എല്ലാരും അറിയണം. ഇത് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞത് എന്റെ ഉമ്മയാണ്. എന്റെ ഉപ്പയ്ക്ക് കുറച്ച് വിദ്യാഭ്യാസം കുറവാണ്. ഓക്കെ, ഉപ്പ അവിടെ നിന്നോട്ടെ, വാർദ്ധക്യമുള്ള മനുഷ്യനാണ്. ഈ 3ാമത്തെ കാര്യം എന്ന് വെച്ചാല്, ഈ 2ാമത്തെ ജീവിതത്തില് ഈ ഒരു കാര്യവും പറഞ്ഞ് എന്നും നമ്മള് വഴക്കും കാര്യങ്ങളും ഒക്കെയാണ്. ഈ ഷംസ് തന്നെയാണ്. പിന്നെയാണ് സനോഫർ, മറ്റേ ബിസ്മി നിബിൻ, അതവിടെ നിന്നോട്ടെ. അപ്പോഴും 3ാമത്തെ ഈ ലൈഫില് ഇപ്പൊ ഈ അടുത്ത സമയത്ത് റഹീം ഇക്കാരെ നമ്പർ എങ്ങനെ കിട്ടി? അതായത് കഴുത്തിന്റെ താഴെയുള്ള ഒരു മാന്നറുള്ള ഒരു പെണ്ണിന്റെ സെക്സ് വീഡിയോ അയച്ച് നമ്മള് അന്ന് രാത്രി തന്നെ നമ്മൾ ചടയങ്കലത്ത് പോയി. പിറ്റേന്ന് ചെല്ലാൻ പറഞ്ഞു, വിളിച്ചു, നമ്മൾ പോയി. ഇനി ഒരു ഭാവിയിൽ ഒരു കാര്യത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞ അവൻ, ഞാൻ പിണങ്ങിപ്പോയ സമയത്ത് അവൻ വേറൊരു സിം എടുത്ത് എന്നെ വിളിച്ചു. ഇതേപോലെ നെജില, ഞാന് നിന്റെ ഉമ്മാരെയും വാപ്പാരെയും ഇഷ്ടപ്രകാരം ഞാൻ അവിടെ ഒരു വക്കീലിനെയും കൂട്ടി വന്നു മോളെ കാര്യത്തിൽ. അപ്പൊ എന്റെ വീട്ടുകാർ റഹീമിനെ ഞാൻ അറിയാതെ കോണ്ടാക്ട് ചെയ്തു. കോണ്ടാക്ട്, അതായത് ചെറിയ പെരുന്നാൾ, ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് ഇവൻ തന്നെ എന്റെ അടുത്ത് പറഞ്ഞു, വേറെ ആരുമല്ല, ഞാൻ റഹീമാണെന്ന് പറഞ്ഞാണ് എന്റെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ സംസാരിച്ചു. എന്റെ വീട്ടുകാർ അപ്പോഴും എന്റെ അടുത്ത് സഹകരണം തുടങ്ങി. കാരണം ഇക്ക പിണങ്ങിപ്പോയി. ഉമ്മ എനിക്ക് ചോറ് തരുമായിരുന്നു, വേറെ ആരുമല്ല എനിക്ക് ചോറ് തന്നോണ്ടിരുന്നത് ഉമ്മയാണ്. വാപ്പ വരും, വാപ്പ വന്ന് മക്കളെ കാര്യമൊക്കെ നോക്കും. നിങ്ങൾക്കറിയാം, മുത്തുമോനെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നതാണ്. മസ്റുമോളെ എങ്ങനെ നോക്കിയെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇനി ഒരു എക്സ്പ്ലനേഷൻ തരണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കൂളിൽ തിരക്കാം. ഞാൻ ഞാൻ വയറ് മുറുക്കി ഇത്രയും ജോലി ചെയ്തു. പലതവണയും ഈ പട്ടിയുടെ അടുത്ത് ഞാൻ ചെലവിന് ചോദിച്ചപ്പോഴും ഈ പട്ടി പറഞ്ഞ എന്തിനാണ്, നിനക്ക് നോക്കാന്ന് പറഞ്ഞല്ലേ നീ അന്ന് കൊണ്ടുപോയത്, എന്നാ പിന്നെ മോളെ നീ എനിക്ക് തരാത്തെന്ന് മുണ്ടൂരി കൈ പിടിക്കണ എനിക്ക് ഞാൻ എങ്ങനെ കൊടുക്കും? എന്നിട്ട് അവന്റെ ഭാര്യയെ കൊണ്ട് എന്നെ വിളിപ്പിച്ച്, അൻസി എന്നാണ് പറയണത്. ഇവൻ കൂടിച്ച് ഫിറ്റ് ആയിരിക്കുന്ന സമയത്ത് ഇവളെന്നെ വിളിച്ചിട്ട് ചോദിച്ച്, നെജില എന്തുകൊണ്ട് നീ വിവാഹബന്ധം വേർപെട്ടു? അപ്പൊ ഇവൻ പറഞ്ഞേക്കുന്നത് ഇവന്റെ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ടാണ് വന്നത്. അപ്പൊ ആ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഞാൻ ഒളിച്ചോടി പോയി എന്നാണ് പറഞ്ഞേക്കുന്നത്. സത്യാവസ്ഥ അറിയണം, ഒളിച്ചോടിയല്ല, സാക്ഷികളുണ്ട്, എല്ലാരും ഉണ്ട്. അതിനുശേഷം ഞാൻ ഈ പുതിയ വീട് പാലിയാച്ചതിന് ശേഷം ഇവരെ മൂത്ത പെങ്ങളും അളിയനും വന്നിട്ടുണ്ട്. അത് റഹീമുമായിട്ടുള്ള ബന്ധമല്ല, വാപ്പായുമായിട്ടുള്ള ബന്ധത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. 2000 രൂപ തന്നിട്ടാണ് പോയത്. പാലിയാച്ചന് വരാൻ പറ്റിയില്ല. അവരൊക്കെ നല്ല മനുഷ്യരാണ്. ഇവൻ ഈ സെക്സ് പരമായ വീഡിയോ അയച്ചത് എന്റെ സെക്സ് വീഡിയോ എന്ന് പറഞ്ഞ് ഇക്കായി തെറ്റിദ്ധരിപ്പിക്കാനാണ്. കാരണം വീണ്ടും ഇതിൽ നിന്ന് പോണം. ഇപ്പൊ ഇവൻ പറയണേന്ന് വെച്ചാൽ ഇവന് മറക്കാൻ പറ്റത്തില്ല. ഒരു ദിവസമെങ്കിലും ഒരു വട്ടം ഇവൻ എന്നെ ഓർക്കും. എന്തിനൊരു വട്ടം ദിവസം ഫുള്ള് ഓർത്തോടാ? ഇവ ഒരു വട്ടമെങ്കിലും ഓർക്കും. എന്നിട്ട് ചടയമംഗലത്തെ മേഡം പറഞ്ഞു, ഇനി നീ ഇടപെട്ടാൽ നിന്റെ പരിപ്പ് നമ്മൾ ഇളക്കോന്ന് പറഞ്ഞു. പരിപ്പ് ഞാൻ ഇളക്കോന്ന് പറഞ്ഞു. ഞാൻ ആ ഫോട്ടോ, ആ വീഡിയോ അതേ കണക്ക് അവിടെ അന്നൊരു SI മേഡം ആയിരുന്നു. ആ മേഡത്തിന്റെ കാണിച്ചു. മേഡം ഇതാണ് ഇങ്ങനെ അയച്ചു തരുന്ന വീഡിയോ എന്ന് പറഞ്ഞു. അപ്പോഴവൻ പറയുന്നത് അവര് നല്ല കൊടുത്ത്
അന്ന്. അപ്പം പിന്നെ മേലെ തിരിഞ്ഞു ആ വഴിക്ക് പോവല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നും അവൻ എന്താണ് കാണിക്കുന്നത്? ഞാൻ പറഞ്ഞു ആ ചീട്ടും കൊണ്ട് ഒന്നും കൂടെ പോയി ഒരു പരാതിയുടെ കൊടുക്കണം അവന്റെ. ഷെറിൻ ഇന്റർനാഷണൽ സ്കൂളിൽ പഠിച്ച് ഞാൻ പറഞ്ഞു ഞാൻ സ്കൂൾ മാറ്റിയാണ്. റഹീമിന്റെ അടുത്ത് പറഞ്ഞു നിനക്ക് കുട്ടിക്ക് വല്ല കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നിനക്ക് കൊടുക്കാം, കുട്ടിക്ക് കൊടുക്കാം. അത് ചടയമംഗലം സ്റ്റേഷനും പറഞ്ഞു 10 വർഷമായി ഇടാ എവിടെ ഇരുന്നടാ നീ ഒരുപാട് തവണ റബ്ബർ വിളയിൽ പാലെടുത്തോണ്ടിരിക്കുമ്പോ കോൺഫറൻസ് കോളിൽ പലരും കേട്ടിട്ടുണ്ട് ഒരു കുഴിമന്തി മേടിച്ചു തരുമോ. ഇവള് ഈ ഇപ്പോഴത്തെ പെണ്ണുണ്ടല്ലോ 3 കൊച്ചുങ്ങളുള്ളതാണ്. ആ പെണ്ണ് ലുലുമാളിൽ കത്തെഴുതി വെച്ചിട്ട് ഇവനെ വേണ്ടെന്ന് പറഞ്ഞ് പോയപ്പോഴും ആ കത്തും എനിക്ക് വേണം വാട്സപ്പ് ഇട്ട് തന്നു. ഇതിപ്പോ ഇന്നും ഇന്നലെയും തുടങ്ങിയ ടോർച്ചറിങ്ങല്ല. എന്റെ വീട്ടുകാര് ഒരു കല്യാണത്തിന്, അതായത് കഴിഞ്ഞ മാസം 18-ാം തീയതി മകളെയും കൊണ്ട് പഞ്ചായത്തിൽ പോയി. അന്ന് എന്റെ മിസലിമോൻ പറഞ്ഞ് ഉമ്മച്ചി ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഒരു മാമായെ കണ്ട് മസ്റൂറായ മടിയിൽ പിടിച്ചിരുത്തിയെന്ന് പറഞ്ഞ് 10. എന്നിട്ട് മോൾ അള്ളാഹു സത്യമായിട്ട് ഇതാ കടുവേപ്പള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അള്ളാഹു സത്യമായിട്ട് അവള് പറഞ്ഞെന്തെന്നറിയാമോ, ഞാൻ റഹീമിനെ കണ്ടിട്ടില്ലാന്ന്. അല്ലേ അപ്പച്ചി ഉമ്മച്ചി ഞാൻ കണ്ടിട്ടില്ലാന്ന്. മോൾ നമ്മളടുത്ത് ഒരു വിധം അവരെടുത്ത് ഒരു വിധം പോട്ടെ സാരയില്ല. പക്ഷെ എന്നിട്ടും അവള് ഞാൻ 2-3 തവണയും ചോദിച്ചു നീ റഹീമിനെ കണ്ടിട്ടുണ്ടാ, നിനക്ക് റഹീം മേടിച്ചു തന്ന ഡ്രസ്സാണ് ഇത്? അല്ല ഷായാമ്മ മേടിച്ചു തന്ന ഡ്രസ്സാണ്. അത് പോട്ട് മോളെ കാര്യം എല്ലാം പോട്ട്. ഞാനിപ്പോ മോളെ വെച്ചിട്ടല്ല, നമ്മളൊരു ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആളാണ്. ആദ്യം മുതലേ ചാനലിന്റെ പേര് തന്നെ എന്റെ മോളാണ്. അന്നും അവൻ ഇതുവരെയും കണ്ടിട്ടില്ല. അവൻ യൂട്യൂബിൽ കൂടെയാണ് സ്വന്തം മോളെ കാണുന്നത്. അവന് കാണാമായിരുന്നു, പിന്നോട് വരാമായിരുന്നു. എന്റെ വീട്ടുകാർ ഇന്ന് കാണിച്ച ആ ഊർജ്ജത്തെ അന്ന് കാണിക്കാത്തത്. ഞാൻ റബ്ബർ വിളയെ പോയപ്പോഴും എങ്കിൽ എനിക്ക് റബ്ബർ പാൽ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, ഈ മക്കളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഞാനൊരു അടിസ്ഥാനം കൊടുത്ത് കെട്ടിപ്പൊക്കി എന്റെ മോളെ കൊണ്ടുവന്ന് എന്റെ മോള് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ ഞാൻ 200 പഠിക്കുമ്പോഴാണ് അവള് 100 പഠിക്കുന്നത്. ഞാൻ പഠിച്ചിട്ട് അവളെ അത്ര എഫക്റ്റ് ഇരുന്ന് പഠിപ്പിച്ച് അവളെ ഞാൻ മുൻനിരയിൽ കൊണ്ടുവന്ന് എനിക്ക് പറ്റാത്തത് എന്റെ പൊന്നിനെ എനിക്ക് പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് പഞ്ചായത്തിൽ വെച്ചിട്ട് അവളൊരു ഫ്രോക്കാണ് ഇട്ടിരുന്നത്, ഓറഞ്ച് കളർ. അത് പൊക്കി നോക്കിയെന്ന് അടിച്ച അടയാളുണ്ട്. എടാ ഉമ്മമാരാകുമ്പോ അടിക്കോടാ, നീ നിന്റെ പെങ്ങളെ വയ്യാത്ത മിണ്ടാപ്രാണി അടിച്ചണക്കല്ല. ഉമ്മ ആകുമ്പോ അടിക്കും, മക്കളാ ശാസിക്കും. അപ്പൊ മോക്ക് ഇപ്പൊ ഒരു സുഖം കിട്ടി. അല്ലെങ്കിൽ എന്റെ ഉമ്മയും ഉപ്പയും വിചാരിക്കണം മോളെ നെജില വാപ്പാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് വേണമെങ്കിലും എന്റെ അടുത്ത് സംസാരിക്കാം. മക്കളെ മിണ്ടായിരുന്നാണ്. ഞാന് എന്റെ ഉമ്മാരോട് എനിക്ക് ഇത്ര ദേഷ്യം വരാൻ കാരണം തരുന്നുണ്ടോ, ഉമ്മാരെ ഫോണിലാണ് റഹീമിന്റെ നമ്പരും കാര്യങ്ങളും എല്ലാം കോണ്ടാക്ടും കാര്യങ്ങളും എല്ലാം ഉള്ളത്. വാപ്പാരെ ഈ അടുത്ത സമയത്ത് വെളുപ്പാങ്കാലത്ത് റഹീം വിളിച്ച് എന്റെ അടുത്ത് എന്തിനാ സംസാരിക്കണമെന്ന് പറഞ്ഞ് വാപ്പാരെ ഫോണിലാണ് വിളിച്ചത്. ഞാൻ അവനെ ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ്. വാപ്പ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു നെജില റഹീം ചടയമംഗലം വിളിച്ചിട്ടുണ്ടായിരുന്നു, നിന്റെ അടുത്ത് എന്തോ പറയാനുണ്ട്. എന്നിട്ട് ഞാൻ മെനിങ്ങാന്ന് ഇവനെ 4 ഇക്കാരെ ഫോണിൽ നിന്ന് കുറെ തവണ അങ്ങോട്ട് വിളിച്ചത് സത്യമാണെന്നറിയാം. അവൻ എടുത്തിട്ടില്ല കള്ളൻ. അപ്പൊ എന്റെ എവിടെ തൊട്ടാ പൊള്ളോന്നറിയാം. പിന്നെ റഹീമിന്റെ കയ്യിൽ ഒരിക്കലും മോളെ കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അവ ഇതിന്നും അപ്പുറം കുടിയനാണ്. കാരണം എന്നാ കുടിയില്ല എന്നാ ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ കുടിയൊക്കെ മതിയാക്കി എന്താണ് തിരിച്ച് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാനാണ് വീണ്ടും വന്നേക്കുന്നത്. പിന്നെ എന്റെ മക്കളെ 2 പേരെയും അവരെ ഒരിക്കൽ കൊണ്ടുപോയതാണ്. ഈ എല്ലാം കൂടെ അങ്ങ് ചൈൽഡുകാരെ ഏറ്റെടുക്കണമെങ്കിൽ നല്ല രസമാണല്ലേ. എന്തായാലും ഉമ്മാന്റെ തണലിൽ ഉമ്മയായിട്ടും വാപ്പയായിട്ടും ഞാൻ എന്റെ മോളെ അഭിമാനത്തോടുകൂടി ഇപ്പോഴും ലോകത്തോട് പറയാണ് ഞാൻ വളർത്തി. അന്നൊക്കെ ഈ റഹീമും എന്റെ വീട്ടുകാരും എവിടെ ഇരുന്ന് എന്റെ ഉമ്മാരെ തലയിൽ ഉടിച്ച കുരുട്ട് ബുദ്ധിയാണ്. അല്ലെങ്കിൽ മോള എന്റെ 10 വയസ്സുള്ള മോള എന്റെ സംരക്ഷണം മാതാവ് ഞാൻ കിടപ്പായിട്ടില്ല, ഈ കല്യാണത്തിന് കൊണ്ടുപോണ് എന്ന് പറഞ്ഞിട്ട് രഹസ്യമായിട്ട് അവനെ വിളിച്ചു വരുത്തി പഞ്ചായത്ത്. എന്നിട്ട് 4-5 മണിയായിട്ട് വന്നില്ല. എന്നിട്ട് എന്റെ മസ്റുമോള് പറഞ്ഞില്ല. ഇതൊക്കെ എന്തിനാണെന്നറിയോ, ഞാൻ പോണം എന്ന് പറഞ്ഞ് നിനക്ക് അവനെ കെട്ടിച്ചു തരൂല. പക്ഷെ അവരെ അണ്ടറിൽ നീ വേണം. നിന്നെ അത് വെച്ച് അവർക്ക് മുതലാക്കണം. ഞാൻ ഇവിടെ നിന്ന് നിന്നെ കളഞ്ഞിട്ട് പോവുകയും വേണം. ഇതിനാണ് ഈ കളിക്കുന്ന കളി. പക്ഷെ അതൊക്കെ വെറുതെയാണ്, നടക്കുന്ന കേസല്ല. ഇനി എന്തെങ്കിലും ഞാനും നെജിലായും നീ അഥവാ കുടുംബമാകുമ്പോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും മരിക്കുന്ന കാലം വരെ പിരിയുന്നാരും കൊതിക്കണ്ട, അത് നടക്കുന്ന കേസല്ല. പിന്നെ അഥവാ പിരിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ കാണാതിരിക്കാൻ പറ്റൂല. അത് വേറൊരു കാര്യം. നമ്മള് തുടക്കം മുതലേ നമ്മളിങ്ങനെ തന്നെയാണ് അല്ലേ. നമ്മൾ ഇടയ്ക്കൊന്ന് പിന്നെ മോളെ ഇഷ്ടപ്രകാരമാണ് വിവാഹം ചെയ്തത്. ഇപ്പൊ ഈ പിണങ്ങിട്ട് പോയിട്ട് വന്നതാ. അവള് പറഞ്ഞിട്ടല്ലേ വന്നത്, അവക്ക് വേഗം പഠിച്ചോണ്ടല്ലേ വന്നത്. ആ വേഗം നീ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം വേറൊരു കാര്യം ഞാൻ പറയുന്നുണ്ട്, മോള് നമ്മളെടുത്തൊരു ഭാഗം ഉമ്മാരെടുത്തൊരു ഭാഗം. സംഭവം എന്ന് പറയാം, ഇപ്പൊ അവക്ക് കളിച്ച് നടക്കാനും പിന്നെ ഇരുത്തി പഠിപ്പിക്കൂല. അതാണ് അവളെ മെയിൻ പ്രശ്നം. അവക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഞാനെന്ന് 1/2 മണിക്കൂർ പഠിക്കണം, കുറച്ച് കളിച്ചോ,
കുറച്ച് പഠിക്കണം. അങ്ങനെ അല്ലാതെ ഇത് വേറെ ഒന്നും ഞാൻ MAMലാക്കാനായിട്ട് നിന്നപ്പോഴാണ് അവക്ക് പറഞ്ഞത് വേണ്ട. ഇപ്പൊ 18-ാം തീയതി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മള് ഓരോ സാധനങ്ങൾ അങ്ങോട്ട്. ഇനി ഉണ്ട് അവിടെ വീട്ടിലെ 2-3 ജോഡി ഡ്രസ്സ് ഇരിപ്പുണ്ട്. അവക്ക് എടുത്തോണ്ട് പോവാം. അവളെല്ലാം കൊണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു മോളെ പൊന്നെ അതിഞ്ഞെടുത്തോണ്ട് പോവാ, ഷാമ്പൂലിട്ട് കഴുവാം, അവിടെ ഷായിദാമ്മ കഴുവിട്ടേക്കണം എന്ന് പറഞ്ഞു. അപ്പം എന്തിനെന്റെ ഉമ്മായും വാപ്പായും അങ്ങനെ ഒരു ബന്ധം തീർന്നിരുന്ന ഒരുത്തന വിളിച്ച്, അല്ലെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കാം മോളെ മസറൂറ മോൾ അവിടെ നിക്കട്ട്, ഇവ ഇങ്ങനത്തെയൊക്കെ സ്വഭാവമായതുകൊണ്ട് ഇതെല്ലാം പോട്ട് ഷംസ് പോയി നീ ഇത്ര വർഷം അവിടെ കിടന്ന് കഷ്ടപ്പെട്ടു, അതിനുശേഷമെങ്കിലും പറഞ്ഞൂടെ അല്ലേ? അപ്പോഴെങ്കിലും പറഞ്ഞൂടെ മോളെ അവൻ കെട്ടാന്ന് പറയും, അവനെ കൊണ്ട് കെട്ടിക്കെട്ടാ. ഞാനോട് ബന്ധമില്ല. ഞാൻ ഈ വീടൊക്കെ വെച്ചതിന് ശേഷമാണ് ഇക്കാര്യമായിട്ട് ബന്ധം വന്നത്. അവനും ഇതൊന്നും അല്ല പ്രശ്നം. അവർക്കെന്ന് പറഞ്ഞാൽ ഞാൻ പാടില്ല, നിനക്കൊരു ഭർത്താവിനെയും പാടില്ല. എവിടെ തൊട്ടാ പൊള്ളോന്നും അവർക്കറിയാം. അതുകൊണ്ട് ഈ തെറ്റെന്തെന്നറിയാമോ? എന്റെ ഉമ്മ എന്റെ വാപ്പേ ബന്ധം തീർന്നതെന്ന് അവനെ വിളിച്ചിട്ട് പഞ്ചായത്തിൽ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് പറയണം. നിന്റെ വാപ്പാക്ക് അതിൽ റോളില്ല കേട്ടോ. പഞ്ചായത്തിൽ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് പറയണം എന്തായാലും, അല്ല നെജില ഞാൻ ഇങ്ങനെ പഞ്ചായത്തിൽ കൊണ്ടുപോവേണ്. അവിടെ പഞ്ചായത്തിൽ ഒതുങ്ങി തീരേണ്ടുന്ന കാര്യം CWCയിലെത്തി. അതെങ്ങനാ? ഞാൻ അവിടെ വയലന്റ് ആയി. കാരണം മോളെ പൂട്ടിയിട്ടു എന്നാണ് എന്റെ തള്ള കൊടുത്തേക്കുന്നത്. എന്റെ തള്ളേരെ ഹുങ്കെ എന്റെ പ്രമാണത്തിനും ബാക്കി കാര്യത്തിനും കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് നീ ഗതികേട് വരില്ലായിരുന്നു. അറിയാമോ? പ്രമാണം ജപ്തി കെട്ടോണ്. അന്ന് വസ്തു മാത്രം ഞാൻ അന്നും ഇവരെടുത്ത് പറഞ്ഞ്, ഞാൻ വീട് വെക്കണമെങ്കിൽ ഒരു കലഹം ഉണ്ടാവരുത്, എന്റെ വസ്തു ജപ്തി ആവരുത്. ഇതാ കടുവേ പള്ളീനെ മക്ബറേനെ സാക്ഷി നിർത്തി പറയണ് ഞാൻ ലോകത്തോട്. അപ്പൊ എന്നെ മൊത്തത്തിൽ അങ്ങ് ഇടങ്ങേറാക്കി. ഇടങ്ങേറെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എന്നെ അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞു. എവിടെ തൊട്ടാ പൊള്ളോന്നറിയാം. ആദ്യം ഇവിടെ തൊട്ട് നോക്കി, എവിടെ മുത്തൂനെ തൊട്ട് നോക്കി, പിന്നെ അതാ മസ്റൂറായ. അതൊന്നും പൊള്ളയൊന്നും ഇല്ല. എനിക്ക് കുറച്ച് മാനസിക പ്രശ്നമുണ്ട്. അതൊക്കെ മാറും. എന്തായാലും വളർത്തു ദോഷം എന്ന് പറയില്ലല്ല. ഞാൻ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് പഠിപ്പിച്ചിടത്തോളം കാലം നീ പഠിപ്പിച്ചതും നീ ഞാനെല്ലാം തെളിവില്ലേ. അത് കഴിഞ്ഞിട്ട് ഇവര് പഠിപ്പിക്കുന്നതിന്റെ നോക്കാം റിസൾട്ട്. 100% സ്കൂളിൽ നിന്നുള്ള പോസിറ്റീവ് മറുപടി. അതിനൊരു സ്കൂളും ഉണ്ട് ഇവിടെ തെളിവ് കൊടുക്കാൻ. അവള് 5 വർഷം 4 വർഷം പറയൂലല്ലേ ഉമ്മച്ചിയെ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയെന്ന് പറയില്ലല്ലേ. അപ്പൊ ഞാൻ പഠിക്കാതായിപ്പോയത്. അവക്ക് കളിക്കണം, കളിച്ച് നടക്കണം, അതാണ് അവളെ വിഷയം. നീ ആകുമ്പോ എഴുതി പഠിപ്പിക്കും. TV കാണുന്ന മൊബൈലൊക്കെ വളരെ പരിധിയായിട്ടേ കൊടുക്കൂ. മൊബൈലൊക്കെ ഞാൻ കൊടുക്കോളൂ. ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കും. ഏത് രീതിയിലുള്ള കാര്യങ്ങള് അവളെ കയ്യില് TV കാണാം. ഏത് രീതിയിലുള്ള പഠിപ്പിക്കൂല, ഉമ്മച്ചി വലുതായിട്ട് ഇതാക്കൂല. അതൊക്കെ ചുമ്മാ. അത് കുറച്ച് കഴിയുമ്പോ അങ്ങ് മാറും. നീ കണ്ടോളണം. വിളിച്ചോണ്ട് വരും. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാതെ വാടകയ്ക്ക് കിടക്കണം, തെരുവിൽ കിടക്കണം. അവനാണ് കൊച്ചിന് ചെലവിന് കൊടുക്കണം. എങ്കിൽ 10 വർഷത്തെ കണക്കാ. അല്ലെങ്കിൽ അവൻ വാപ്പല്ലേ കൊടുക്കട്ടെ. അവന് കൊടുക്കാനുള്ള അവകാശമുണ്ട്. കൊടുക്കട്ടെ. ഇത്രയും കാലം അവൻ കൊടുത്തില്ലല്ലേ. അതവൻ അവകാശം പറഞ്ഞു വരൂ. ഇപ്പൊ അവൻ എവിടെ നിന്നൊരു സ്നേഹം വന്നു. ഇത് സ്നേഹവും പൈസ കൊടുക്കുന്നതൊന്നും അല്ല. നിന്നെ എങ്ങനെയെങ്കിലും മാനസികാവസ്ഥ നിന്റെ തറത്ത് ഞാനുമായിട്ട് പ്രശ്നം എന്നെ ഒഴിവാക്കി വിടണം. എന്നെ ഒഴിവാക്കി വിട്ടു കഴിഞ്ഞാൽ അതോടുകൂടി തീരും നിന്റെ ഉമ്മയും. എന്നിട്ട് ഞാൻ എന്റെ വാപ്പാരത്തും ഉമ്മാരത്തും ചോദിച്ചു, റഹീം അങ്ങനെ വക്കീലിനെയും കൊണ്ട് വന്ന? ഇല്ല മോളെ, അവനാണ് ഇങ്ങോട്ട് വന്നേക്കണത്. ഞാൻ പറഞ്ഞു നിങ്ങളെ വിളിച്ച് അവൻ പറയുന്നതാണ്ട് നീ കൂടുതൽ റഹീമിന്റെ അടുത്ത് സംസാരിക്കല്ലേ. ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ അവൻ വിളിക്കുന്നിക്കാ. ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്ത്. അവനൊരു 1/2 മണിക്കൂറോളം സംസാരിക്കുന്നത് ഞാൻ. എന്തായാലും എല്ലാവരും വീഡിയോ വാച്ച് ചെയ്തല്ലോ. അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ള കമൻറ്റ് ചെയ്യുക. ഏതായാലും പാവം കുറേ നോക്കി ഇതുവരെ വേണ്ടാഞ്ഞിട്ട് പെട്ടൊരു സുപ്രഭാതത്തിൽ വാപ്പ വന്നു എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയായിട്ട് ഒരു ഇമോഷണലി ഒരു ടെൻഷൻ ഉണ്ടാവും. കുട്ടീൻ്റെ വാപ്പല്ലേ, വരാതിരിക്കൂല, എങ്ങനെയായാലും വരും. പിന്നെ എന്താ ഏതായാലും ഈ കടമ്പകളും ഞാൻ കടന്ന് പോകുമെന്ന് പറഞ്ഞില്ല, ഈ നിമിഷവും കഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞതുപോലെ ഏത് പ്രതിസന്ധി നജില ഫേസ് ചെയ്യണതിനോട് വലിയ കുഴപ്പമില്ല. എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. എന്താ ഇനി ഇതിൻ്റെ ബാക്കി കാണുമായിരിക്കും. എപ്പിസോഡ് 1, 2, 3 എന്നൊക്കെ പറഞ്ഞ പോലെ വെയിറ്റ് ആൻഡ് സീ.